ഒരു മാസം കാത്തിരുന്നതാണ്. ഇന്നാണ് ലോകകപ്പിന്റെ ഫൈനൽ. അപ്പോൾ വിശ്വജേതാക്കൾ ആരായിരിക്കുമെന്ന് അറിയുന്ന രാത്രിയാണ് ഇന്ന്. രാത്രി 12:30-ക്കാണ് അർജന്റീന സ്പെയിൻ ആവേശ പോരാട്ടം. ആ മാമാങ്കം പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ ആരാധകരെല്ലാം അത്യാവേശത്തിലാണ്. കേരളത്തിൽ ഓരോ കവലകളും ഓരോ വീടുകളും ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഒരു പന്തിലേക്ക് ചുരുങ്ങുന്ന ആ കാഴ്ചയായിരിക്കും. നമുക്കിപ്പം കോട്ടയത്ത് നിന്ന് ഷിനോജ് എസ്റ്റി ചേരുന്നുണ്ട്. ഷിനോജ് അർജന്റീനയുടെ ആരാധകനാണ്, മിഷിഹായുടെ ആരാധകനാണ്. അർജന്റീന ജയിക്കുന്ന എന്താ കഴുത്തില് ഷിനോജെ? അറിയാ, ഫൈനലിൽ വിസിൽ വീഴാൻ മത്സരം തുടങ്ങാൻ കിക്ക് ഓഫിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം പള്ളിക്കത്തോടാണ്. അർജന്റീന ആരാധകരാകുമ്പോൾ സ്വാഭാവികമായും അതിലൊരു അഹങ്കാരമൊക്കെ തന്നെ കാണുമല്ലോ. സ്വാഭാവികമായി ഞങ്ങൾ മണിക്കൂറുകൾ കഴിഞ്ഞ് രണ്ടാമത്തെ കപ്പെടുക്കാൻ, ഈ നൂറ്റാണ്ടിലെ രണ്ടാമത്തെ കപ്പെടുക്കാൻ പോകുന്ന ടീമാണ്. ഞങ്ങൾ മത്സരിക്കുന്ന ഒറ്റയ്ക്കല്ല, ഒരു മുന്നണിക്കെതിരെയാണ് അല്ലേ? 47 ടീമുകളുടെ ഒരു മുന്നണിക്കെതിരെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒറ്റയ്ക്കാ വന്നത്. ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് എതിരായിരുന്നു. ഈ വണ്ടിയിൽ ഇമാതിരി പരിപാടി ആരാ പറഞ്ഞു? അത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. മെസ്സിയുടെ അവസാന ലോകകപ്പാണ്. പുള്ളി ഇതിനു മുമ്പ് പല കളികളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഫൈനലിൽ കരഞ്ഞു പോകുന്നത്. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പ് നമ്മൾ എടുത്തു, കോപ്പ അമേരിക്ക എടുത്തു, എല്ലാം എടുത്തു. ഈ പ്രാവശ്യം പുള്ളി തൂക്കും, തീർച്ചയായിട്ടും തൂക്കും. കരയേണ്ടവർ കരയുക, അവരെല്ലാവരും കൂട്ടത്തിലിരുന്ന് കരയുക. ഇനി ഇങ്ങോട്ട് ഇതിലിപ്പോ അർജന്റീന ജേഴ്സി ഇട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ബാക്കി ബ്രസീലുകാരെ കാണാൻ ഇതിൽ ജേഴ്സി ഇല്ലാതെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ ആൾക്കാർ അല്ലേ? നിങ്ങൾക്ക് തിരിച്ചറിയാൻ എളുപ്പ. പുള്ളി പറഞ്ഞു ഒറ്റയ്ക്കാ വന്നേന്ന്. ഫിഫ എന്നൊരു വലിയ സംഘടന അവരുടെ കൂടെ ഉണ്ട്. പിന്നെ ഫിഫ എന്ന സംഘടന എല്ലാവരുടെയും കൂടെ ഉള്ള, അല്ല അർജന്റീന മാത്രം കൂടെ അല്ല, എല്ലാവരുടെയും കൂടെ ഉണ്ട്. കളിച്ച് ജയിക്കണം ആദ്യമായിട്ട്. ഈ കരച്ചിൽ എപ്പോഴും തുടരും. ഗോൾ അടിച്ചിട്ട് സമ്മതിക്കുന്നില്ല, റഫറി ഗോൾ അടിച്ചിട്ട് സമ്മതിക്കുന്നില്ല. പിന്നെ ഇതിക്കുള്ള തന്നെ വേണ്ടേ? 47 രാജ്യം ഒന്നിച്ചും ഒരു രാജ്യം ഒറ്റയ്ക്കും. അതായത് കമ്മിറ്റി ടീം കളി നടത്തിയ പിന്നെ എന്നാ ചെയ്യുന്നത്? ആര്? ഞങ്ങള് ബ്രസീലായിരുന്നു. ഞങ്ങള് കളിച്ച്. ബ്രോയ്ക്ക് പ്രായം എത്രയുണ്ട്? എത്ര വയസ്സുണ്ട്? എനിക്ക് 28 വയസ്സുണ്ട്. ഈ ജന്മത്തിൽ എപ്പോഴല്ലേ നേരിട്ട് ബ്രസീൽ ഫൈനൽ കളിക്ക് നടന്നിട്ടുണ്ടോ? ഇല്ല. ഫൈനലിൽ പോട്ടെ, സെമി കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ മൈക്ക് ഓപ്പറേറ്റർ അർജന്റീനയാണ്. 5 തവണ എടുത്തു. നിങ്ങള് 4 തവണ ആയിട്ടുള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം. അല്ല, ഞങ്ങൾക്ക് നിലവിലെ 3 ഉള്ളൂ. അപ്പം ചേട്ടാ ഇന്ന് നമ്മൾ കപ്പടിക്കുന്നു ഉറപ്പിച്ചു. നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം വാ. അപ്പളെ ഉറപ്പിച്ച് 4 കപ്പ്. ഞങ്ങളുടെ ഇവിടെ കൂടുതൽ സീനിയറാണ് നമ്മുടെ ഷിബി അളിയൻ. അളിയൻ പറഞ്ഞത് തന്നെ എന്നാ, ഒരു റിപ്പോർട്ടർ എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞ് 5 ഞങ്ങൾക്കും 4 നിങ്ങൾക്കും. 4 ഇന്നത്തെ കൂട്ടി ഉറപ്പിച്ചാ പറയുന്നത്. 3. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത് നല്ല മനസ്സിലാവുന്നുണ്ടോ? ഇത് ഏത് ടീമിന്റെ നല്ല അറിയോ? കപ്പാരടിക്കും അറിയോ? ഒരു പിടിയില്ല. കപ്പാരടിക്കും. അർജന്റീന അർജന്റീന ടീമിനെ അംഗീകരിക്കുന്നു, മെസ്സിയെ അംഗീകരിക്കുന്നു. പക്ഷെ എനിക്ക് അംഗീകരിക്കാൻ മേലാത്ത അർജന്റീന ഫാൻസിനെയാണ്. ഇവന്മാരെ ഇന്ന് ഞങ്ങൾ തോപ്പിച്ചിരിക്കും. തോപ്പിക്കാൻ വേണ്ടി ഇന്ന് ഞങ്ങള് സ്പെയിനിന്റെ കൂടെ. ഇതിനകത്ത് മെയിനായിട്ട് സംഭവം അറിയോ? മെയിനായിട്ട് സംഭവം എന്ന് വെച്ചാല് നമ്മള് പണ്ട് കണ്ടംകളി നടത്തുന്നില്ലേ, ടൂർണമെന്റ്. നമ്മൾ ടൂർണമെന്റ് നടത്തും. ആ ടൂർണമെന്റിനകത്ത് കമ്മിറ്റി ടീം ഒരു പരിപാടി കയറിപ്പോവും. ഏത് ടീമാണെങ്കിലും കമ്മിറ്റി ടീം വരും. അതാണ് ഇവരുടെ പുള്ളി പറഞ്ഞ പോലെ. ഒരു ടീമല്ല, കമ്മിറ്റി ഉണ്ട് അവരുടെ. കമ്മിറ്റി ടീമിനെതിരെ ഒരാശയവും പറഞ്ഞിട്ടില്ല. ഒരു ടീമിനെതിരെ പറഞ്ഞിട്ടില്ല. ആവശ്യമില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾ കളിച്ചു വന്നാണ്. ഈ കൊടിയെന്തിനാ ഇനി? അത് പറ. കൊടിയോട് പുച്ഛ തന്നെ അത് പറഞ്ഞു. കൊടിയോടുള്ള പുച്ഛം പറയൂ. ഞങ്ങൾ കൊടി പൊച്ചിക്കുന്നില്ലല്ലോ. ഇന്ന് 2 പേര് കളിക്കുമ്പോ ആർക്കെങ്കിലും കിട്ടിയാലേ പറ്റുള്ളൂ.
ഞാൻ സ്പെയിനെ പറയുള്ളൂ. ഒരു കോടിയോട് ഞങ്ങൾക്ക് ഒരു പുച്ഛമില്ല. പക്ഷെ കപ്പ് ഞങ്ങൾ തൂക്കിയിരിക്കും. കാരണം ഞങ്ങൾ 80 മിനിറ്റ് അവര് കളിച്ചോട്ടെ, ഞങ്ങൾക്ക് 10 മിനിറ്റ് മതി. 10 മിനിറ്റ് മതി. 80 മിനിറ്റ് അവര് കളിച്ചോട്ടെ, ഞങ്ങൾക്ക്. ഇവനല്ലേ കത്തെഴുതി ഹിബയ്ക്ക് കളി 75 ഉണ്ടാക്കണമെന്ന് പറയും. 75 മിനിറ്റ് അല്ല, 75 മിനിറ്റ് അല്ല. ഞാൻ കൃത്യമായിട്ട് പറയാം. 80 മിനിറ്റ് വരെ മറ്റൊരു ടീം നല്ല 2 കൂട്ടർ നല്ലപോലെ കളിക്കും, റഫറി നല്ലപോലെ നിൽക്കും. അർജന്റീനക്കിട്ട് ഒരു ഗോൾ കിട്ടിയോ അവിടെ തീർന്നു പരിപാടി. അപ്പോളെ ഫോൺ ചെയ്യും, കളി മാറ്റി പിടിച്ചോ. ഒരു സെക്കൻഡ്. ഫിഫയ്ക്ക് കാശ് കൊടുത്തു, റഫറിക്ക് കാശ് കൊടുത്തു. അതിന് ഇവർക്ക് കാശില്ലായിരുന്നോ? ഇവരിന്റെ പുളിങ്കുടിക്കാണ് കളിക്കുന്നത്, ഇവരിന്റെ പുളിങ്കുടിയാണ് മേടിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബിൽ കളിക്കുന്ന PSG കളിക്കുന്ന നെയ്മർ, അവന്റെ കാശില്ലേ? പിന്നെ എത്രയോ ക്ലബ്, ക്രിസ്ത്യാനോ റൊണാൾഡോ, പുള്ളിക്ക് തന്നെ കാശില്ലേ? പുള്ളിക്ക് എത്രയോ സ്വത്തുക്കളുണ്ട്. അല്ല സമ്മതിച്ചു. അല്ല നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ കാശ് കൊടുക്കുന്നുണ്ട്, അർജന്റീന കാശ് കൊടുക്കുന്നു. ശരിയാണ്, ഞങ്ങൾ മലപ്പുറം തൊട്ട് കന്യാകുമാരി വരെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇന്നത്തെ കളിക്ക് വേണ്ടി പിടിച്ചിട്ടുണ്ട്. എത്ര കോടിയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പിടിച്ചിട്ടുണ്ട്. റഫറിക്ക് കൊടുക്കും, ഫിഫയ്ക്ക് കൊടുക്കും. ഞങ്ങൾ കപ്പ് തൂക്കും. ഇതൊക്കെ വല്ല കേൾക്കുന്നുണ്ടോ? അവസ്ഥ ഞാൻ ലോകകപ്പ് കളി കാണാൻ തുടങ്ങി അന്ന് തൊട്ട് അർജന്റീനയുടെ ഏത് കാലം കൊണ്ട് കാണാൻ തുടങ്ങിയതാ? ഞാൻ കേരളത്തിൽ ആദ്യം ലോകകപ്പിന്റെ TV വന്നതെന്ന് വായനശാലയിലായിരുന്നു. ഇവിടെ ഒരു വായനശാല, അന്ന് തൊട്ട് അർജന്റീനയുടെ ഫാനാണ്. മറഡോണയുടെ കളി കൊണ്ട് തുടങ്ങിയതാ? അതെ. മെസ്സിയുടെ കളിയിലേക്ക് നിൽക്കുക. ഇപ്പോഴും നമ്മളെ തൂക്കും, അതിലൊരു സംശയമില്ല. നമ്മൾ സംശയത്തില്ല, ഒരു തൂക്കും കപ്പ് ഞങ്ങൾ നോക്കും. ഉമ്മല്ലെന്ന് കണ്ടം വഴി ഓടും, വൈകിട്ട് രാത്രി കണ്ടം വഴി ഓടും. നിങ്ങളല്ല ഈ കിടന്ന് ചിലക്ക് തോറ്റോടെ കളി ഞങ്ങൾ കപ്പ് തൂക്കും. ഇന്ന് അർജന്റീന ഓടുവോ സ്പെയിൻ ഓടുവോ നമുക്ക് ഇന്ന് കാണാം. ഇന്ന് 12:30 ആകുമ്പോൾ കാണാം. ബ്രസീലുകാർ ഇവിടെ കാണും. ഇന്ന് വൈകിട്ട് എല്ലാവർക്കും വേണ്ടി കപ്പയും മീൻകറിയും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. മീൻകറി നിങ്ങൾ ആരും കളി തീരാതെ അർജന്റീന ജയിച്ചെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പോകരുത്. ആദ്യം തന്നെ കപ്പയും മീനും കഴിച്ചോണം. ഈ സമയത്ത് വരുന്ന മറ്റൊരു അത് പറയാതെ പോകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കാസർഗോഡ് റിപ്പോർട്ടറുണ്ട് സാരംഗ് സുരേഷ്, അവന് ഫിഫയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൂടെ ഒരു സന്തോഷ നിമിഷമാണ്. കാരണം അത് നല്ലൊരു കാര്യമല്ലേ? കാരണം ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ജേഴ്സി മാറി ഉപയോഗിച്ച അവാർഡാണ് സാരംഗിന് കിട്ടിയിരിക്കുന്നത്. അവന് അത് പറയാതെ പോകരുത്. കാരണം ആദ്യം ആശം ബ്രസീലായിരുന്നു, പിന്നെ പോർച്ചുഗലായി, പിന്നെ ഇംഗ്ലണ്ടായി, അവസാനം ഇംഗ്ലണ്ടായിരുന്നു, ജോർദാൻ, അൾജീരിയ, ഈ സ്വിറ്റ്സർലാൻഡ്, അർജന്റീന ആർക്കെതിരെ കളിക്കും അതല്ല. അങ്ങനെ മൊത്തം 13. ഇന്ന് സ്പെയിന്റെ ജേഴ്സി മേടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അതേതാ ഞാൻ കണ്ടപ്പോഴേ മനസ്സിലായി പരിപാടി. അവസ്ഥ നമ്മൾ തൂക്കും, കപ്പ് നമുക്ക് തൂക്കും. അതിൽ സംശയമുണ്ടോ? സംശയമുണ്ട്. സ്പെയിൻ അടിക്കും. പന്ത് തന്നാലേ ഗോൾ അടിക്കാൻ പറ്റത്തുള്ളൂ. അവര് പന്ത് തരികയല്ല. സ്പെയിൻ നിങ്ങൾക്ക് പന്ത് തന്നാലേ നിങ്ങൾ ഗോൾ അടിക്കത്തുള്ളൂ. അടിക്കത്തില്ല, തരത്തില്ല. ഇവിടെ ഉണ്ട്. ഞങ്ങള് ബ്രസീലുകാര് തോറ്റാൻ ചെയ്തത് ഇവിടെ ഉണ്ട്. 7 ഗോൾ അടിച്ചപ്പോ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ നാട് വിട്ട് പോയില്ല. ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളിവിടെ അർജന്റീനക്കാരോട് ആശ വേണ്ടെന്ന് പറ. നിങ്ങൾ ഫാൻസാരെ കേട്ടാലോ ആശയം. ഞങ്ങൾ ഫാൻസുകാരെ ചെയ്തു. കളിക്കുന്ന വേറെ രാജ്യത്ത് ഫാൻസുകാരെ കൊണ്ട് ആശാവും. അർജന്റീനക്കാർ ആൾക്കാരുടെ പടം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ബ്രസീൽ ആൾക്കാരാണ് ആരുമില്ലേ? അല്ല നിങ്ങളെ ടീം ആരുമില്ലേ? ഫോട്ടോ വെച്ചത് ഇതുണ്ടോ? ഇനി ഇത് കൂടുതൽ തന്നെ അവസ്ഥ വേണ്ട. ഒരു ഷട്ടേൽ ആ തയ്യക്കാരൻ പറഞ്ഞ് എനിക്കിനി ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ആ തയ്യക്കാരൻ പറഞ്ഞ് എനിക്കിനി ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഇത് കൂടുതൽ കളർ അടിക്കാൻ പറ്റത്തില്ലത്. അടുത്ത വർഷത്തെ വേണ്ടി ഈ തയ്യക്കാരൻ നമ്മൾ കൊടുത്തിരിക്കും കേട്ടോ. ഇത് കൂടുതൽ ഇനി ചെയ്യാനില്ല. തയ്യക്കാരൻ പറഞ്ഞത് എനിക്കിത് ചെയ്യാനില്ലെന്നാ. ബാംഗ്ലൂർ റിപ്പോർട്ടർ ശ്രീധരൻ വിളിച്ചോണ്ടിരിക്കുക. ഈ നമ്പർ കിട്ടോ, തയ്യക്കാരൻ നമ്പർ കിട്ടോ ചോദിച്ചോണ്ട്. ബ്രസീല്, പോർച്ചുഗൽ, സ്പെയിൻ, ജർമ്മനി, ഈ ബ്രസീലുകാരുടെ ജേഴ്സി ഒക്കെ നോക്കി അറിയാം. സ്പെയിന്റെ ജേഴ്സി ഒക്കെ അടിയിട്ടേക്കുന്നത്. ഒന്ന് ജേഴ്സി വേറെ വല്ല കാണല്ലേ? എന്തായാലും ആവേശത്തിന് ഒരു കുറവില്ല. ഒരു സെക്കൻഡ്, നമുക്ക് ഷിനോജ് ഒരു അവാർഡ് കൊടുത്തല്ല. അവാർഡ് കൊടുത്താണ് നമുക്കിപ്പോ ടെലിഫോൺ ലൈനിലുണ്ട് സാരംഗ് സുരേഷ്. സാരംഗ്, ഒരു അവാർഡ് കിട്ടിയെന്ന് കേൾക്കുന്നു. ഏറ്റവും കൂടുതൽ ജേഴ്സി മാറിയ, ഏറ്റവും കൂടുതൽ ടീമുകൾ മാറിയ ആളായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് കേൾക്കുന്നു. ശരിയാണോ?
ആര്യ, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. നമ്മൾക്ക് അന്നും ഇന്നും ബ്രസീൽ തന്നെയാണ് വരുന്നത്. ഒരൊറ്റ കളിക്കാരനെ ചുറ്റിപ്പറ്റിയോ അല്ലെങ്കിൽ ഒരൊറ്റ താരത്തിനെ കണ്ടോ അല്ലെങ്കിൽ ക്ലബിൽ നിന്ന് താരത്തിലേക്ക് ആളുകൾ കൂടുമാറി വന്ന ഫാൻസോ അല്ലെങ്കിൽ കപ്പ് കണ്ട് പെട്ടെന്ന് ഓടിക്കൂടിയ സീസണൽ ഫാൻസോ ഒന്നുമല്ല ബ്രസീലിന്റെ ഫാൻസ്. അത് അങ്ങനെ തന്നെ തുടർന്ന് പോകുന്നുണ്ട്. ഈ സാമ്പാർ മുന്നണിയെന്നോ അവിയൽ മുന്നണിയെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ബ്രാസിൽ ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് കണ്ണിൽ പൊടിയിടാനും ആൾക്കാരെ പറ്റിക്കാനും ചില അർജന്റീന ഫാൻസ് നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ മെസ്സി വിരമിച്ചാൽ അവരൊക്കെ സ്പെയിനിന്റെ ഫാൻസായി മാറും. അല്ല, ഇപ്പൊ ഇന്ന് സാരംഗ് ആരെയാണ് സപ്പോർട്ട് ചെയ്തത്? ആര്യ, ആരാണെങ്കിലും നല്ല മത്സരം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് അത്തരത്തിലുള്ള രണ്ട് ശക്തരായ ടീമുകൾ തന്നെയാണ്. രണ്ട് ടീമും തുല്യ ശക്തികളാണ്. അത് ആര് ജയിച്ചാലും ഒരേപോലെ തന്നെയാണ് കാണുന്നത്. ഇന്ന ടീമിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല. സാരംഗിനോട് പറയാനുണ്ട് തോന്നുന്നു. ഒന്ന് അവന് പറയണ എന്താന്ന് കേൾക്കാം. ഷിനോജ് പറഞ്ഞോ. നമ്മൾ ഈ കള്ളം പറയേണ്ട ഒരു കാര്യമില്ല അല്ലേ. നമ്മൾ സാരംഗൻ അവാർഡ് കിട്ടിയെന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. നമ്മൾ എന്തിനാ കള്ളം പറയുന്നത്? അവൻ 14 ജേഴ്സി മാറ്റി മാറ്റി ഇട്ടവൻ. അവൻ സ്വിറ്റ്സർലാൻഡ്, അൾജീരിയ, ജോർദാൻ അങ്ങനെ ഇല്ല. അവൻ ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത് തന്നെ ഓൾ കേരള ജേഴ്സി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണ്. നാളെ കാസർഗോഡ് വെച്ച് ഈ അവാർഡ് കൊടുക്കും. അപ്പൊ ഇത് ഉള്ള കാര്യമാണ്, അംഗീകരിക്കണം. മെയിൽ വന്നിട്ടുണ്ട്, മെയിൽ നോക്കാൻ പറ അവൻ്റെ അടുത്ത്. ആര്യ, ഒരൊറ്റ കാര്യം. ഇതിനിടയിൽ ജപ്പാന്റെയും അതോടൊപ്പം തന്നെ നോർവേയുടെയും ജേഴ്സി ഷിനോജ് വാങ്ങിയിരുന്നു, അരുണമൃതനാഥ് വാങ്ങിയിരുന്നു. അതൊക്കെ മടക്കി കൊടുത്തോന്നുകൂടി ഇതിന്റെ ഭാഗമായി ചോദിക്കാറുണ്ട്. ശരി ശരി, എന്തായാലും ഇന്ന് ആവേശ പോരാട്ടമാണ്. ഷിനോജ് എന്തായാലും അർജന്റീനയ്ക്ക് വേണ്ടി അവിടെ ഒരുങ്ങി കപ്പയും മീനും കഴിച്ചുകൊണ്ട് കളി കാണാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. ഇതുപോലെ തന്നെ കേരളത്തിൽ ഇത്രയധികം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, കാൽപന്തിനെ സ്നേഹിക്കുന്ന ആളുകൾ മറ്റേതെങ്കിലും നാട്ടിലുണ്ടോ എന്ന് സംശയമാണ്. എന്തായാലും വലിയൊരു ടെൻഷൻ കരണ്ട് കട്ടായിരുന്നു. ആ ടെൻഷൻ ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. യൂണിറ്റിന് 10 രൂപ കൊടുത്താണെങ്കിലും ശരി, അർജന്റീന സ്പെയിൻ മത്സരം കേരളത്തിലെ എല്ലാവർക്കും കാണാൻ കഴിയും എന്നുള്ളതാണ് KCB പറയുന്ന കാര്യം. അപ്പോൾ ആ ടെൻഷൻ എന്തായാലും വേണ്ട. ഈ ആവേശങ്ങൾ ഇതുപോലെയുള്ള ആവേശങ്ങൾ എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഈ